നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കുണ്ടല്ല ചില സമയത്ത് ചിലർ കടന്നു വരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പറ്റുന്ന ചിലർ. എന്നിട്ട് ചില കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അവരൊരു പോക്കങ്ങോട്ട് പോകും. ചിലർ കുറച്ച് നേരത്തെ പോകും, ചിലർ ഇച്ചിരി ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്തിട്ടേ പോകുള്ളൂ. ഈ പോകുന്നവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ നഷ്ടപ്പെടുന്നവൻ്റെ പെയിൻ ഉണ്ടല്ലോ, അതൊരു ഇന്നർ വൂണ്ടായിട്ട്, ഒരു ആന്തരിക മുറിവായിട്ട് അവൻ്റെ ഹൃദയത്തിൽ കിടക്കും. ഒരു പക്ഷേ അവർ നിങ്ങളോട് റിയാക്ട് ചെയ്യാനൊന്നും വരില്ല. അത് റിയാക്ട് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല കേട്ടാ. എടോ, യഥാർത്ഥ കറ തീർത്ത സ്നേഹം അകത്തുള്ള ഒരുവനുണ്ടല്ല, റിവെഞ്ച് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ ഒന്നിനും കഴിയൂല. അതിങ്ങനെ സ്വയം ഉള്ളിൽ ഒതുക്കി എരിഞ്ഞടങ്ങി ഇല്ലാണ്ടാവാനേ അതിന് പറ്റുള്ളൂ. പിന്നെ കണ്ണിൻ്റെ കളറുകൾക്കും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം മാറിയ പോലെ ആ സ്നേഹത്തെ ഒരിക്കലും കെടുത്താനായിട്ട് പറ്റൂല. ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടാ. അവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സ്നേഹത്തിന് മരണത്തോളം വിലയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പുരുഷ മരണത്തോളം വിലയുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഈ സിറ്റുവേഷനിൽ നിന്നൊന്ന് മനസ്സിലാക്കാനും നിന്നെ ആ ഇന്നർ വൂണ്ട് ഹീൽ ചെയ്യാനും നിന്നൊന്ന് ചേർത്ത് പിടിക്കാനുണ്ടല്ലോ, ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം അടി കൊണ്ടവനെ അറിയുള്ളൂ അടിയുടെ വേദന എന്താണ്. ജീവന തുല്യം സ്നേഹിച്ച് ചങ്കു പറിച്ച് കൂടെ നിർത്തിയവരിൽ ഒരുത്തൻ 30 വെള്ളിക്കാശിന് വേണ്ടി കൂടെ ഒറ്റി കൊടുത്ത്. ഒരുത്തൻ 3 തവണ ഇവൻ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ്. ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ട്. ഒറ്റപ്പെട്ട സമയത്തുണ്ടല്ല, നിസ്സഹായമായി നിന്നപ്പോൾ ഒരു നല്ല വാക്ക് പറയാനോ ഒരു കരുണയുടെ നോട്ടം നോക്കാൻ പോലും ഈശോയ്ക്ക് ആരും ഉണ്ടായില്ല. ഒറ്റക്കുണ്ടായുള്ളൂ. അതുകൊണ്ട് ആ വേദന, ഒറ്റപ്പെടലിൻ്റെ വേദന ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. ആ ഈശോ നിനക്ക് തരുന്നൊരു വാഗ്ദാനമുണ്ട്, ഇന്നത്തെ നിന്റെ ദുഃഖം നാളത്തെ നിന്റെ സന്തോഷമായി മാറ്റുമെന്ന്. അത് മാറ്റുമെന്ന് പറഞ്ഞാൽ മാറ്റും എന്ന് തന്നെയാണ് അതിനർത്ഥം. വിലയില്ലാത്തവനായി നിന്നെ മുദ്ര കുത്തുമ്പോൾ നീ ഓർത്തോണം, വിലയുള്ള തമ്പുരാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നാളെ നിന്റെ ലൈഫിലും ഒരു ഈസ്റ്റർ ഉണ്ട് കേട്ടാ. ഇന്ന് നീ കരച്ചിലായിരിക്കും, പക്ഷെ നാളെ നീ ചിരിക്കും. ഓക്കെ, ധൈര്യമായിട്ട് മുമ്പോട്ട് പോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എടാ, ആർക്കും വേണമെങ്കിൽ ഈശോയ്ക്ക് തന്നെ വേണോടാ. ഓക്കെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഈശോ പറഞ്ഞേക്കണേ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.